ഓഡോയിൽ നമ്മളൊരു അക്കൗണ്ടിങ് സിസ്റ്റം നമ്മളൊരു പ്രത്യേക ഡേറ്റിന് ഒരു പർട്ടിക്കുലർ ഡേറ്റിന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബാങ്ക് ഓപ്പണിംഗ് ബാലൻസ് എങ്ങനെ കൊടുക്കാമെന്നുള്ള ഒരു ചോദ്യം. നമുക്ക് ബാങ്ക് ബാലൻസ് കൊടുക്കാൻ ബാങ്ക് ബാലൻസ് നമ്മൾ ജേണൽ അടിച്ചാൽ പോരെയെന്ന് ചോദിക്കും. ജേണൽ എൻട്രി ഇട്ടിട്ട് ഓപ്പണിംഗ് ബാലൻസ് ബാങ്ക് ഡെബിറ്റ് ചെയ്യുക, ക്രെഡിറ്റ് എവിടെ കൊടുക്കും? അവിടെയാണെന്ന് ഒരു സംശയം ഉണ്ടാകും. പകുതിക്കുന്ന തുടങ്ങുന്ന ചില അക്കൗണ്ടിങ് സിസ്റ്റം പകുതിക്കും തുടങ്ങുമ്പോൾ നമുക്ക് എവിടെ കൊടുക്കാമെന്നുള്ള സംശയം വരും. നോർമലി നമ്മൾ എന്താ ചെയ്യുക, ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് മാറുമ്പോൾ, ഓൾറെഡി എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് മാറുമ്പോൾ നമ്മൾ എടുക്കേണ്ട സാധനം ട്രയൽ ബാലൻസ് ആണ്. ട്രയൽ ബാലൻസ് ടാലി ആയിട്ട് ട്രയൽ ബാലൻസിലുള്ള ഡെബിറ്റ് ലെഡ്ജറൊക്കെ നമ്മൾ ഒടുവിൽ ഡെബിറ്റ് സെറ്റ് ചെയ്യണം, ക്രെഡിറ്റും സെറ്റ് ചെയ്യണം. പിന്നെ അതിൽ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചധികം സെറ്റ് ചെയ്യാനുണ്ട് കാര്യങ്ങൾ, അത് പിന്നീട് പറയാം. ഇനി ഡെബിറ്റും ക്രെഡിറ്റും അവിടെ കിട്ടാൻ നമ്മളൊരു ബാങ്ക് ബാലൻസ് മാത്രം നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് സെറ്റ് ചെയ്യുന്നെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ജേണൽ എൻട്രി ഇട്ടിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ചിലത് ഇൻവെൻട്രിയിലൂടെ ഇൻവോയ്സസിലൂടെയും ബില്ലിലൂടെയും മാനേജ് ചെയ്യാം. പക്ഷേ ബാങ്ക് നമുക്കിവിടെ ഒടുവിൽ നമുക്കറിയാം ഡാഷ്ബോർഡിൽ കാണിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അക്കൗണ്ടിങ് ഡാഷ്ബോർഡ് എടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു കാനറ ബാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ബാങ്ക് ഡെമോയിലാണ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ട്രാൻസാക്ഷനും ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇതൊരു ഫ്രഷ് ആണെന്ന് വിചാരിക്കാം. ഈ കാനറ ബാങ്കിൽ നമ്മൾക്ക് 1,67,350 രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. ഓപ്പണിംഗ് ബാലൻസ്, ഡെബിറ്റ് ബാലൻസ് ഉണ്ട്. ഡെബിറ്റ് മീൻസ് നമുക്ക് ബാലൻസ് ഉണ്ട്, നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ ഡെപ്പോസിറ്റ് ഉണ്ട്. അപ്പോൾ അത് എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ എൻട്രി ചെയ്യാം? അപ്പോൾ കൂളായിട്ട് എൻട്രി ചെയ്യാം. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഡബിൾ എൻട്രി പ്രകാരം നമ്മൾ ബാങ്കിലൊരു ഡെബിറ്റ് കൊടുക്കുമ്പോൾ ക്രെഡിറ്റ് ഉണ്ട്, കറസ്പോണ്ടിങ് ക്രെഡിറ്റ് എവിടെ പോകും? അവിടെ നിന്നൊരു സംശയം വരിക. അത് ഞാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഞാനൊരു സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ചാർട്ട് ഓഫ് അക്കൗണ്ടിൽ ഒരു കറണ്ട് ലിയബിലിറ്റീസ് ആയിട്ട് ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡെബിറ്റ് ബാങ്കിൽ കൊടുക്കുമ്പോൾ ക്രെഡിറ്റ് സസ്പെൻസ് അക്കൗണ്ടിൽ ഇടും. അതേപോലെ മറ്റുള്ള എക്സ്പെൻസസ്, ഫോർ എക്സാമ്പിൾ അക്കൗണ്ട്സ് പേയബിൾ ഉണ്ടാവും. അക്കൗണ്ട്സ് പേയബിൾ ക്രെഡിറ്റ് വരുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഡെബിറ്റ് ഞാൻ എവിടെ കൊടുക്കും? സസ്പെൻസ് അക്കൗണ്ടിൽ കൊടുക്കും. അങ്ങനെ ഈ സസ്പെൻസ് അക്കൗണ്ടിൽ കുറേ ഡെബിറ്റും ക്രെഡിറ്റും നെറ്റ് എഫക്റ്റ് ഉണ്ടാവും. ലാസ്റ്റ് ആ സസ്പെൻസ് അക്കൗണ്ട് 0 ആയിട്ട് ക്ലോസ് ആയി പോകും, ക്ലിയർ ആയിട്ട് 0 ആയി പോകും നമ്മൾ കറക്റ്റാണ് ചെയ്യുന്നതെങ്കിൽ. ഇതാണ് ഞാൻ ചെയ്യുന്ന മെത്തേഡ്. അത് പ്രകാരം നമ്മൾ ബാങ്ക് എൻട്രീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് ഓഡ് വേർഷൻ 18.3 ആണ്. ഈവൻ ബാങ്ക് റിക്കൺസിലിയേഷൻ വരെ മെത്തേഡ് ഇവർ മാറ്റിയിട്ടുണ്ട്. ഇവർ ഓരോ വേർഷനിലും ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ചില മാറ്റങ്ങൾ നമുക്ക് എൻറ്റയർലി ഡിഫറൻ്റ് ആണ്, പഴയതിൽ നിന്ന് എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു 18.2-ൽ നിന്ന് 18.3-ലേക്ക് എത്തുമ്പോൾ ബാങ്ക് റിക്കൺസിലിയേഷൻ മെത്തേഡ് മാറിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കാനറ ബാങ്ക്, ഇത് ഡാഷ്ബോർഡ് എടുത്തു, കാനറ ബാങ്ക് എടുത്തു. ഞാൻ ഓപ്പണിംഗ് ബാലൻസ് എൻട്രി ആണ്. ഞാൻ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ് അടിച്ചു. ട്രാൻസാക്ഷൻസ് അടിക്കുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇതിൽ ഞാൻ ന്യൂ അടിക്കുന്നു. ഞാൻ 1/1/2025 അടിക്കുന്നത് വിചാരിക്കാം. ഞാൻ 1/1/2025 സെലക്ട് ചെയ്യും. ഓക്കെ, ഞാൻ ഓപ്പണിംഗ് ബാലൻസ് എന്ന് വെച്ചു. ഓപ്പണിംഗ് ബാലൻസ് 1,67,350 ഞാൻ കൊടുത്തു. സേവ് അടിക്കുന്നു. ഇവിടെ സേവ് അടിക്കുമ്പോൾ ഇവിടെ റണ്ണിങ് ബാലൻസ് 1,67,350. ഇനി ഡാഷ്ബോർഡ് ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാനറ ബാങ്ക് ബാലൻസ് കാണിക്കുന്നത് 1,67,350. ജസ്റ്റ് ഒന്ന് ട്രയൽ ഇവിടെ 1 റിക്കൻസിൽ കാണിക്കുന്നുണ്ട്. ഒരു ബാങ്ക് എൻട്രിയാണ് വന്നത്. കറസ്പോണ്ടിങ് എൻട്രി നമ്മൾ സിസ്റ്റത്തിൽ ഇട്ടിട്ടില്ല. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് വന്ന ഒരു എൻട്രിയാണ് നമ്മൾ ഇത്. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എൻട്രിയാണ് ഇട്ടത്, അതുകൊണ്ടാണ്. ഇതിൻ്റെ ട്രയൽ ബാലൻസ് എടുത്ത് നോക്കിയാൽ 1,67,350 ഡെബിറ്റിലുണ്ട്, ബാങ്കിൽ വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ക്രെഡിറ്റ് എവിടെ പോയെന്നില്ല നോക്കാം. ഇതിൽ ക്രെഡിറ്റ് ഇപ്പോൾ എവിടെയും ക്രെഡിറ്റ് പോയതായിട്ട് കാണിക്കുന്നില്ല. 1,67,350. നമുക്കിവിടെ നോക്കാം, ഇവിടെ നോക്കാം. ഓക്കെ, നമ്മൾ ആ പീരീഡ് ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, പഴയൊരു പീരീഡ് കൊടുത്താൽ എൻട്രി വരും. ഓക്കെ, ഇതാണ് ബാങ്ക് എൻട്രി, ജനറേറ്റ് ചെയ്ത ബാങ്ക് ജേണൽ എൻട്രി. ഇതാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ജേണൽ എൻട്രി ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞ് നോക്കിയാൽ ബാങ്ക് സസ്പെൻസ് അക്കൗണ്ടിലേക്കാണ് പോയെന്നുള്ളത് കാണാം. അതായത് 101,402. ഇനി ഒന്ന് ട്രയൽ ബാലൻസ് വരിക. 101,402 ഇവിടെ. ഇത് നമുക്ക് മനസ്സിലാക്കുന്നതിനാണ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് കുറച്ച് എൻട്രീസ് ഉള്ളതുകൊണ്ടാണ്. ഇത് ഡെബിറ്റാണ്, ഇത് ക്രെഡിറ്റ് മൈനസ് ആണ്, അതുകൊണ്ടാണ് അത് ക്ലിയർ ആയി പോകുന്നത്. അപ്പോൾ ക്രെഡിറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ബാങ്ക് ഇവിടെ കൊടുത്തു, ബാങ്ക് സസ്പെൻസ് അക്കൗണ്ടിലേക്ക് കൊടുത്തു. നമുക്ക് നമ്മളായിട്ടൊരു സസ്പെൻസ് അക്കൗണ്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് എൻട്രി റിക്കൺസിലിയേഷൻ കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ വീണ്ടും ഡാഷ്ബോർഡിൽ പോകുന്നു. ആ എൻട്രി ഒന്ന് റിക്കൺസിൽ ചെയ്തിടണം. നമ്മൾക്ക് റിക്കൺസിൽ ചെയ്യാൻ വേണ്ടി കാനറ ബാങ്കിൽ ഈ 1 to റിക്കൺസിൽ ക്ലിക്ക് ചെയ്തു. ഈ ഒരു മെത്തേഡ് ഡിഫറെൻറ്റ് മെത്തേഡാണ്. ഇങ്ങനെയല്ല നമ്മുടെ ഓഡു 18.2 എന്നുള്ളത്. ഇതൊരു പ്രത്യേക മെത്തേഡാണ്. ഓക്കെ, ഈ എൻട്രിയാണ് നമുക്ക് റിക്കൺസിൽ ചെയ്യേണ്ടത്. ഓക്കെ, ഞാനത് ക്ലിക്ക് ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ സെറ്റ് അക്കൗണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. സെറ്റ് അക്കൗണ്ട് ചോദിക്കുമ്പോൾ ഇവിടെ സസ്പെൻസ് അക്കൗണ്ടിലേക്കാണ് അതിൻ്റെ കറസ്പോണ്ടിങ് എൻട്രി നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത്.
സസ്പെൻസ് അക്കൗണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത സസ്പെൻസ് അക്കൗണ്ട്. ഓക്കെ, ഇതിട്ടു. ഇപ്പം ബാങ്ക് റിക്കൺസിലേഷൻ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ട്രയൽ ബാലൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സസ്പെൻസ് അക്കൗണ്ടിൽ 1,67,000 ചില്ലറ പോയിട്ട് കാണാം. കനറ ബാങ്കിലുണ്ട് സസ്പെൻസ് അക്കൗണ്ട് -167,350 ആയിട്ടുണ്ട്, മൈനസായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സംഭവം ക്ലിയർ ആയിട്ടുണ്ട്. സസ്പെൻസ് ഇനി ഞാൻ പറഞ്ഞു സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ വന്നിട്ട് അത് ലാസ്റ്റ് 0 ആയി പോകും. ബാങ്ക് കൃത്യമായിട്ട് വന്നു. ബാങ്ക് ട്രയൽ ബാലൻസിലും എല്ലാ എൻട്രീസും ക്ലിയറായി വന്നു. ബാങ്ക് സസ്പെൻസ് അക്കൗണ്ടിൽ നിന്ന് അത് ക്ലിയർ ആവുകയും ചെയ്തു. ബാങ്ക് സസ്പെൻസ് അക്കൗണ്ട് നേരത്തെ 1,47,000 അങ്ങനെ എന്തുണ്ടായിരുന്നു, അത് ക്ലിയർ ആയിപ്പോയി. ഈ രീതിയിലാണ് ബാങ്കിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഇടേണ്ടത്. അപ്പോൾ നമ്മൾ ഈ മറ്റുള്ള എൻട്രീസ് കൊണ്ടുവരുമ്പോൾ ബാങ്ക് എൻട്രി കുറച്ച് കൊണ്ടുവന്നാൽ മതി. ഓക്കെ.